ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം ശ്രീ ലളിതാദേവ്യൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 120 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 120 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 601 നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 121 മുതൽ 125 വരെ ശ്ലോകങ്ങളൊന്ന് വായിക്കാം. ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂഃ ദേവേശീ ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡലപൂജിത. ഒറ്റ നാമാണ് 16 അക്ഷരമുള്ള. പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡലപൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപവിനോദിനി സചാമരരമാവാണി സവ്യദക്ഷിണസേവിത ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡജനനി ദിവ്യവിഗ്രഹ ക്ലീങ്കാരി കേവല ഗുഹ്യ കൈവല്യപദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്യ ജഗദ്വന്ദ്യ ത്രിമൂർത്തിസ്ത്രിദശേശ്വരി. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂഃ ദേവേശീ ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡലപൂജിത. കലാത്മിക കലാനാഥ കാവ്യാലാപവിനോദിനി സചാമരരമാവാണി സവ്യദക്ഷിണസേവിത ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡജനനി ദിവ്യവിഗ്രഹ ക്ലീങ്കാരി കേവല ഗുഹ്യ കൈവല്യപദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തിസ്ത്രിദശേശ്വരി. ഇതാണ് ശ്ലോകങ്ങൾ. ആദ്യത്തെ ശ്ലോകം ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂഃ. 6 നാമങ്ങൾ. ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂഃ. 6 നാമങ്ങൾ. ആദ്യത്തെ നാമം എടുത്തു നോക്കാം. ധരാന്തോളിത ദീർഘാക്ഷി. ധരം അല്പം, ആന്തോളിതം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. നമ്മൾ ആന്തോളിക എന്ന് പറയും ഊഞ്ഞാലിനെ. ചലിച്ചു കൊണ്ടിരിക്കുക, ചെറുതായിട്ട് ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ആന്തോളിതം എന്ന് പറയുന്നത്. അപ്പം അല്പം. ധരം എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥങ്ങളുണ്ട്. ഗുഹ എന്നർത്ഥമുണ്ട്, ശംഖം എന്നർത്ഥമുണ്ട്, അല്പം എന്നർത്ഥമുണ്ട്, പിളർക്കുക എന്നർത്ഥമുണ്ട്, കുറേ അർത്ഥങ്ങളുണ്ട്. ഇവിടെ ധര ആന്തോളിത, അല്പം മാത്രം ആന്തോളിതമായ ദീർഘമായ അക്ഷിയോടുകൂടിയ അക്ഷിക്കണ്ണ്. അപ്പം ദീർഘങ്ങളായ കണ്ണുകളോടുകൂടിയവൾ. എങ്ങനെയുള്ള കണ്ണ്? ആന്തോളിതമായത്, അല്പമായി ചഞ്ചലമായത്. അതായത് ഒത്തിരി പിളർന്നിട്ടില്ല, കണ്ണുകൾ മുഴുവൻ വികസിച്ചിട്ടില്ല, അങ്ങനെ അല്പമായിട്ടേ ഉള്ളൂ, അല്പമായിട്ട് ചലിക്കുന്നു. അതാ ചഞ്ചലം എന്ന് പറഞ്ഞാൽ
ആന്തോളിതം. ഊഞ്ഞാൽ ഒത്തിരി സ്പീഡിലല്ല ഓടുന്നത്, അതുപോലെ ചെറുതായിട്ട് ചലിക്കുന്ന ദീർഘങ്ങളായ കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം. ധരാന്തോളിത ദീർഘാക്ഷി. നമ്മൾ ദേവിയുടെ കണ്ണിനെ പറ്റി പല നാമങ്ങൾ പഠിച്ചല്ലേ. വക്ത്രലക്ഷ്മി, സഹസ്രാക്ഷി, വാമനയന, വിശാലാക്ഷി, ത്രിനയന എന്നൊക്കെ പേരുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ണുകളെയാണ് പറയുന്നത്. ദേവിയുടെ കണ്ണുകൾ നല്ല വികസിച്ച ദീർഘങ്ങളായ കണ്ണുകളാണ്, ചഞ്ചലമാണ്, എല്ലാം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മീനാക്ഷി എന്ന് നമ്മൾ പഠിച്ചു, മൃഗാക്ഷി എന്ന് പഠിച്ചു, ഇതൊക്കെ ദേവിയുടെ പര്യായങ്ങളാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ മൃഗങ്ങളുടെ കണ്ണ്, മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ്, മാനിൻ്റെ കണ്ണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കും. അതിനുവേണ്ടി എപ്പോഴും കണ്ണുകൾ തുറന്നിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ മീനുകളുടെ കണ്ണ് ഒരിക്കലും അടയത്തില്ല. മീനുകളും ഇങ്ങനെ കണ്ണിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അതുപോലെയുള്ള കണ്ണുകൾ. എന്തുകൊണ്ടാണ്? ദേവി ലോകത്തെ മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ദേവിക്ക് ലോകത്തുള്ള എല്ലാവരെയും കാണണം, എല്ലാം നോക്കിക്കാണാനായിട്ട് ദീർഘങ്ങളായ കണ്ണുകളുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ധരാന്തോളിത ദീർഘാക്ഷി എന്നു പേര്. ആന്തോളിതമായ അല്ലെങ്കിൽ അല്പമായി ചഞ്ചലമായ ദീർഘങ്ങളായ കണ്ണുകളോട് കൂടിയവൾ, എല്ലാവരെയും നോക്കാൻ വേണ്ടി. ഭക്തൻ പിന്നെ ഒരു ഇതുകൂടിയുണ്ട്. ധരാന്തോളിത ദീർഘാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാം ഭക്തന്മാരുടെയൊക്കെ ഭയത്തെ ഇല്ലാതെയാക്കുന്ന കടാക്ഷത്തോടു കൂടിയവൾ. ദേവിയുടെ നോട്ടം കൊണ്ട് തന്നെ ശത്രുക്കളൊക്കെ ഓടി ഒളിക്കും, ഒരു ദുഃഖങ്ങളും വരില്ല. ദേവി ആ ദുഃഖങ്ങളെയെല്ലാം, ഭയം നമുക്ക് പേടിയുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ടാണ് കാരണവന്മാർ പണ്ട് പറയും, എവിടെ പോകുമ്പോഴും ദേവി മഹാത്മ്യം പുസ്തകം കയ്യിൽ വയ്ക്കുക. ആ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ പോലും ഒരു ശക്തിക്കും നമ്മളെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ല. വിശ്വാസം വേണം. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും വേണമെന്നില്ല, വിശ്വാസമുള്ളവർ. അപ്പോൾ ഭക്തന്മാരുടെ ഭയത്തെ ഓടിച്ചു കളയുന്നതും ദേവി. അതുകൊണ്ടും ദേവിക്ക് ധരാന്തോളിത ദീർഘാക്ഷി എന്ന് പേര്. അക്ഷം കണ്ണാണ്, ദീർഘനീളമുള്ളത്. പിന്നെ ആന്തോളിതം ചെറുതായി ചലിക്കുന്ന ചഞ്ചലങ്ങളായ ദീർഘങ്ങളായ കണ്ണുകളോട് കൂടിയവൾ. അടുത്ത നാമം ധരഹാസോജ്വലന്മുഖി. ഹാസം എന്ന് പറഞ്ഞാൽ ചിരി, ധരഹാസം. ഇവിടെ ഭയം അല്പം എന്നർത്ഥമുണ്ടെങ്കിലും ഇവിടെ അല്പം ആണ് എടുക്കുന്നത്. ധരഹാസം കൊണ്ട് ജ്വലിക്കുന്ന മുഖത്തോടു കൂടി, ഇവിടെ മുഖത്തെയാണ് പറയുന്നത്. ധരഹാസോജ്വലന്മുഖി, ഉജ്ജ്വലമായ അല്ലെങ്കിൽ ചെറിയ പുഞ്ചിരിയോടുകൂടി പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവളിന് ഒരു ഇത് അല്പം എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ. കൂടാതെ ഭയം എന്ന അർത്ഥം എടുക്കുകയാണെങ്കിൽ പല അർത്ഥങ്ങൾ, ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ട്. അതിൽ ധരം ഞാൻ പറഞ്ഞു, ഗുഹ, ശംഖ്, അല്പം, പിന്നെ പുളർക്കുക, ഭയം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ധരഹാസോജ്വലന്മുഖി എന്ന് പറഞ്ഞാൽ ധരഹാസം കൊണ്ട് ഉജ്ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയവൾ എന്നൊരർത്ഥം. ചെറിയ പുഞ്ചിരിയോടുകൂടി പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവളെന്ന് അർത്ഥം. ഇവിടെ നമുക്ക് എടുക്കാം മന്ദഹസിക്കുന്ന മുഖത്തോടുകൂടി, എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് അട്ടഹസിക്കുന്നതും ചിരിക്കുന്നുമില്ല, ചെറുതായിട്ട് ചിരിക്കുന്ന പുഞ്ചിരിയോടുകൂടിയ മുഖത്തോടു കൂടിയവളെന്ന്. പക്ഷേ ഭയം എന്നെടുത്ത് അർത്ഥം എടുക്കുകയാണെങ്കിലും ദേവി മഹാത്മ്യത്തിൽ മഹിഷാസുരനും തുടങ്ങിയ എല്ലാ അസുരന്മാരെ എല്ലാം വധിക്കുന്ന സമയത്ത് ദേവി ഭയത്തെ ജനിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഉജ്ജ്വലമാ മുഖത്തോടു കൂടിയവളായിരുന്നു അല്ലേ. ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ക്രോധത്തോടു കൂടിയ മുഖമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് ധരഹാസോജ്വലം, ഹാസം ചിരിയാണ്. അപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവളെന്ന് ഒറ്റ വാക്കിലർത്ഥം. അടുത്ത നാമം ഗുരുമൂർത്തി. ഗുരു തന്നെ മൂർത്തിയായിരിക്കുന്നവൾ. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ നീക്കുന്നവൾ എന്നാണ് അർത്ഥം. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ ഗു വാക്കിൻ്റെ അർത്ഥം ഇരുട്ട്, അന്ധകാരം, അജ്ഞാനം എന്നൊക്കെ. അപ്പോൾ അതിനെ ഇല്ലാതെയാക്കുന്നവൾ. അപ്പോൾ ലോകത്തിന് ദേവി തന്നെ സ്വയം ലോകത്തിന് മുഴുവൻ ഗുരുവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ ഭഗവാൻ വിഷ്ണു
ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ മഹാദേവൻ ദക്ഷിണാമൂർത്തിയായിരിക്കുന്നത്, അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ഗുഹനായിരിക്കുന്നത്, അതുപോലെ ദേവിയും എല്ലാവർക്കും ഗുരുമൂർത്തിയായി ഇരിക്കുന്നു. പ്രത്യക്ഷ ഗുരു ദേവിയാണ്. അപ്പം അതുകൊണ്ട് ദേവിക്ക് പിന്നെ ബ്രഹ്മവിദ്യയെ ഉപദേശിക്കുന്നവർ പിന്നെ ഈശ്വരനേക്കാളിൽ മുകളിലാണ് ഗുരു. ഇപ്പം ഒരു ഈശ്വര കോപമുണ്ടായാൽ നമ്മളെ ഗുരു രക്ഷിക്കും. പക്ഷേ ഗുരുവിന് കോപമുണ്ടായാൽ അതിൽ നിന്ന് ഗുരു ശപിച്ചാൽ അല്ലെങ്കിൽ കോപിച്ചാൽ അതിൽ നിന്ന് മുക്തി നേടാൻ ഭഗവാന് പോലും പറ്റുകയില്ല. അതുകൊണ്ട് ഗുരു എല്ലാവരുടെയും ലോകത്തിൻ്റെ മുഴുവൻ ഗുരു ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് ഗുരുമൂർത്തി, ഗുരു ഒരു സ്വരൂപമായി, ഗുരു തന്നെ മൂർത്തിയായി ഇരിക്കുന്നവൾ, മൂർത്തി സ്വരൂപം. മൂർത്തി എന്ന് പറഞ്ഞാൽ ആകൃതി അല്ലെങ്കിൽ സ്വരൂപം. അപ്പോൾ ഗുരു സ്വരൂപമായി ഇരിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം ഗുണനിധി, ഗുണങ്ങളുടെയൊക്കെ നിധിയായിരിക്കും. നിധി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് നിധി എന്ന് പറഞ്ഞാൽ ഉറവിടം, പിന്നെ വേറൊന്ന് ട്രഷറി, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഇവിടെ 3 ഗുണങ്ങൾക്കും അതീതിയായിരിക്കുന്നവളാണ് ദേവി. ത്രിഗുണങ്ങൾ എന്ന് പറയാം. ഇപ്പം ഗുണങ്ങൾ 3 തരത്തിലുണ്ട്. ഒന്ന് സത്വഗുണം, മറ്റൊന്ന് രജോ ഗുണം, മറ്റൊന്ന് തമോ ഗുണം. അപ്പം ഈ 3 ഗുണങ്ങൾക്കും അതീതയായിരിക്കുന്നവളാണ് ദേവി. തന്നെയല്ല, ഈ 3 ഗുണങ്ങളും ദേവി തന്നെ, അതിൻ്റെ ഇരിപ്പിടം ദേവി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ദേവിക്ക് എല്ലാ നന്മയുടെയും വസ്തുഗുണങ്ങളുടെയും നിധിയായിരിക്കുന്നവൾ, ഉറവിടമായിരിക്കുന്നവൾ എന്നർത്ഥം. സ്വഭാവ ഗുണങ്ങളെല്ലാം ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി 3 ഗുണങ്ങൾക്ക് അതീതയായിരിക്കുന്നു. ഗുണനിധി. അടുത്ത നാമം ഗോമാത. ഗോ എന്ന ശബ്ദത്തിന് കുറേ അർത്ഥങ്ങളുണ്ട്. ചരിക്കുന്നതെല്ലാം ഗോക്കളാണ്. അപ്പം നമ്മളെല്ലാം ഗോക്കളാണ് അല്ലേ? നമ്മളൊക്കെ ചലിക്കുന്നുണ്ടല്ലോ. അപ്പം ഗോ ശബ്ദത്തിന് ചലിക്കുന്നതെല്ലാം, ഗമിക്കുന്നതെല്ലാം, ഗമിക്കുക എന്ന് പറഞ്ഞാൽ ചലിക്കുക, അതിനെ നടക്കുക. അപ്പോൾ ഗമിക്കുന്നതെല്ലാം ഗോ. അപ്പോൾ ആ വാക്ക് നമ്മുടെ ബുദ്ധി, നക്ഷത്രങ്ങൾ, രശ്മികൾ, മിന്നൽ, ചന്ദ്രൻ, ഭൂമി, ദിക്ക്, സ്വർഗം തുടങ്ങിയവയുടെ എല്ലാം അമ്മയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ഗോമാത എന്ന പേര്. എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയായതുകൊണ്ട് ഗോമാത എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം ഗുഹജന്മഭൂഹു. ഗുഹൻ്റെ ജന്മം കൊടുത്ത ഭൂമി. ഭൂഹു ഭൂമിയാണ്. അപ്പോൾ ഗുഹജന്മഭൂഹു ഊകാരം വേണം, കാരണം സ്ത്രീലിംഗാണ്. അതുകൊണ്ട് അപ്പോൾ ഗുഹൻ്റെ മാതാവ് എന്ന അർത്ഥത്തിൽ. ഗുഹൻ ആരാണ്? നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി, കുമാരൻ, അല്ലെങ്കിൽ മുരുകൻ്റെ ജന്മസ്ഥാനം എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ അമ്മയാണ് പാർവതി ദേവി. അതുകൊണ്ട് ഗുഹൻ്റെ ജന്മസ്ഥാനമായിരിക്കുന്നവൾ ഗുഹ ജന്മഭൂഹു, ഗുഹൻ്റെ മാതാവ്, ഗുഹൻ ജനിച്ച ഭൂമി എന്നൊക്കെ അർത്ഥം. അപ്പം ഗുഹജന്മഭൂ. ഈ ശ്ലോകത്തിൽ ധരാന്തോളിത ദീർഘാക്ഷി, അല്പമായി ചലിക്കുന്ന ദീർഘങ്ങളായ കണ്ണുകളോടുകൂടിയവൾ എന്നൊരർത്ഥം. ഭക്തന്മാരുടെയൊക്കെ ഭയത്തെ ഓടിച്ചു കളയുന്നവൾ എന്ന് വേറൊരർത്ഥം. അടുത്തത് ധരഹാസോജ്വലന്മുഖി. ധരഹാസം കൊണ്ട് അല്പം മാത്രം പ്രകാശിക്കുന്ന പുഞ്ചിരിയോടുകൂടിയ മുഖത്തോടു കൂടിയവൾ, അല്ലെങ്കിൽ ഉജ്ജ്വലിക്കുന്ന മുഖം എന്ന് പറഞ്ഞാൽ അസുരന്മാരെ കൊല്ലുന്ന സമയത്ത് ദേവി ഭയപ്പെടുത്തി അവരെ, ഭയപ്പെടുത്തുന്ന മുഖമായിരുന്നു. ആ ഭയം എടുത്താലും ദുഷ്ടന്മാരെ ഭയപ്പെടുത്തുന്ന മുഖത്തോടു കൂടിയവൾ എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ മന്ദഹസിക്കുന്ന മുഖത്തോടു കൂടിയവൾ എന്ന അർത്ഥത്തിൽ ധരഹാസോജ്വലന്മുഖി. രണ്ടർത്ഥമുണ്ട്, ഭയമെന്നും അല്പമെന്നും. അടുത്ത നാമം ഗുരുമൂർത്തി. ഗുരു തന്നെ മൂർത്തിയായിരിക്കുന്നവൾ. ഗുണനിധി. ഗുണങ്ങൾക്കെല്ലാം അതീതിയായിരിക്കുന്നവൾ. സ്വഭാവ ഗുണങ്ങളെല്ലാം ദേവി തന്നെയാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഒക്കെ എല്ലാത്തിൻ്റെയും നിധി, ഉറവിടം ദേവിയാണ്. അതുകൊണ്ട്
അടുത്ത നാമം ഗോമാത, ഗോക്കൾക്കെല്ലാം അമ്മയായിരിക്കുന്നു. ഗോക്കൾ ചരിക്കുന്നതെല്ലാം ഗോക്കളാണ്. അപ്പോൾ എല്ലാവരുടെയും ലോകത്തിൻ്റെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം ഗുഹ ജന്മഭൂഹു, ഗുഹൻ്റെ മാതാവ്, ഗുഹൻ്റെ ജന്മഭൂമിയായിരിക്കുന്നവൾ, സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മ എന്നർത്ഥം. അപ്പം ഈ ശ്ലോകം ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർഗുണനിധി ഗോമാതാ ഗുഹ ജന്മഭൂഹു. അടുത്ത ശ്ലോകം ദേവേശി ദണ്ഡനീതിസ്ഥാ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്തതിഥി മണ്ഡലപൂജിതാം. 4 നാമങ്ങളേ ഉള്ളൂ. ദേവേശി, ദണ്ഡനീതിസ്ഥ, ദഹരാകാശരൂപിണി, പ്രതിപന്മുഖ്യരാകാന്തതിഥി മണ്ഡലപൂജിത. പ്രതിപന്മുഖ്യരാക അന്തതിഥി മണ്ഡലപൂജിത. പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡലപൂജിത. ഒറ്റ നാമം, 16 അക്ഷരമുള്ള. അപ്പം 4 നാമങ്ങളാണ്. ആദ്യത്തെ നാമം നോക്കാം. ദേവേശി. ദേവേശൻ മഹാദേവനാണ്. മഹാദേവൻ്റെ പത്നി ആയതുകൊണ്ട് ദേവേശി എന്നൊരർത്ഥം. പിന്നെ ദേവന്മാരെയെല്ലാം ഭരിക്കുന്നവൾ എന്നർത്ഥം. ഈശിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക, നിയന്ത്രിക്കുക, അതൊക്കെയാണ്. അപ്പം കൂടാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതും ദേവി തന്നെയാണ്. അപ്പോൾ ദേവേശി എന്ന് പറഞ്ഞാൽ ദേവന്മാരെയെല്ലാം ഭരിക്കുന്നവൾ, നിയന്ത്രിക്കുന്നവൾ, ഈശിക്കുന്നവൾ എന്നർത്ഥം. മഹാദേവൻ ദേവേശനായതുകൊണ്ട് ദേവേശൻ്റെ പത്നി എന്ന അർത്ഥത്തിൽ ദേവേശി. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവൾ എന്നർത്ഥത്തിലും. കണ്ണ് സൂര്യനാണ്, മൂക്ക് അശ്വിനി ദേവന്മാരാണ്, പിന്നെ കാത് ദിക്കാണ്, നാവ് രുചിയും വർത്താനം പറയാനും അല്ലേ അഗ്നിയാണ്. പിന്നെ ത്വക്കിൻ്റെ വരുണനാണ്, വായുവാണ്. പ്രത്യുൽപാദന ഇന്ദ്രിയങ്ങൾ പ്രജാപതിമാരാണ്. വിസർജനേന്ദ്രിയം യമനാണ് അതിൻ്റെ ദേവൻ. പിന്നെ കാല് വിഷ്ണുവിൻ്റെ ആണ്, അപ്പോൾ വിഷ്ണു ദേവനായിരിക്കുന്നു. കയ്യ് ഇന്ദ്രൻ്റെയാണ്. മനസ്സ് ചന്ദ്രനാണ്. ഇങ്ങനെ എല്ലാത്തിനും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഓരോ ദേവന്മാരുണ്ട്. അതെല്ലാം ദേവിയാണ്. ഇനി മനസ്സിൻ്റേതോ ചന്ദ്രനാണ്, ബുദ്ധിയുടെയോ ബൃഹസ്പതി. അപ്പം ഏറ്റവും ബുദ്ധിമാൻ ബൃഹസ്പതിയാണ്, ദേവന്മാരുടെ ഗുരുവാണ്. അപ്പം ഇവരെയൊക്കെ ഈശിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ദേവേശി, ദേവന്മാരെയൊക്കെ ഈശിക്കുന്നവൾ എന്ന അർത്ഥത്തിലും. അടുത്ത നാമം ദണ്ഡനീതിസ്ഥ. ദണ്ഡനീതിസ്ഥ, ദണ്ഡം എന്ന് പറഞ്ഞാൽ ഇവിടെ ദണ്ഡ് എന്ന് പറഞ്ഞാൽ വടി എന്നർത്ഥം. ഇവിടെ ദണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭരിക്കുന്നവർ ശിക്ഷ കൊടുക്കും. രാജാക്കന്മാർ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നില്ല, ഇവിടെ ശിക്ഷ എന്നർത്ഥം. അപ്പോൾ ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്നു ദേവി. എപ്പോഴും ഏതൊരു ഭരണം നടക്കുമ്പോഴും അതിൽ തെറ്റിക്കുന്നവരെ ശിക്ഷിക്കുക എന്നുള്ള ഒരിതുണ്ടല്ലേ, അതിനെ ദണ്ഡനീതി എന്നാണ് പറയുന്നത്. അത് നടത്തുന്നവൾ ദേവി. അപ്പോൾ അത് ദേവിയായിട്ട്, അതായത് ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. അപ്പോൾ ശിക്ഷ കൊടുക്കും. അത് തെറ്റ് ചെയ്താൽ, അരുതാത്തത് ചെയ്താൽ, ധർമ്മം ഇതല്ലാതെ തോന്നിവാസം ചെയ്താൽ അടി കിട്ടും എന്നർത്ഥം. അപ്പോൾ ദേവി ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്നവളാണ്. ശിക്ഷ കൊടുക്കാൻ മടിക്കില്ല, പക്ഷെ നോക്കും ആവതും എങ്ങനെയെങ്കിലും രക്ഷിക്കാവുമെന്ന്. അത് കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത നാമം ദഹര ആകാശരൂപിണി. ദഹര ആകാശം, ദഹരം എന്ന് പറഞ്ഞാൽ ഗുഹ അല്ലേ. അപ്പം ഗുഹയിൽ നമ്മുടെ ദഹരം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. അപ്പോൾ ഹൃദയമാകുന്ന ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, നമ്മുടെ ശരീരമാകുന്ന പുരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം സ്വരൂപം നമ്മളുടെ ശരീരമാണെങ്കിൽ ആ ശരീരത്തിൽ ഹൃദയമുണ്ട്. അപ്പം ആ ഹൃദയത്തിലുള്ള ശരീരമാകുന്ന പുരത്തിൽ, ബ്രഹ്മപുരത്തിൽ ആത്മസ്വരൂപമായി ഹൃദയമാകുന്ന ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദഹരാകാശരൂപിണി എന്നർത്ഥം. അതായത് സൂക്ഷ്മമായ നിരാകാരമായ ഭാവമാണ് ബ്രഹ്മസ്വരൂപം. ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് ദഹരാകാശരൂപിണി. അടുത്ത നാമം പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. ഒറ്റ നാമമാണ്, 16 അക്ഷരം വരുന്ന വലിയ നാമം.
പ്രതിപന്മുഖ്യ രാകാതിഥി മണ്ഡല പൂജിത രാകാന്ത. അതായത് പ്രതിപദം മുതൽ പ്രതിപദ മുഖ്യ രാക അന്ത. രാക എന്ന് പറഞ്ഞാൽ പൗർണമി. അപ്പം പ്രതിപദം മുതൽ രാക വരെയുള്ള തിഥിമണ്ഡലത്തിൽ പൂജിതയായി ഇരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ 1 മുതൽ 15 വരെയുള്ള തിഥികളുടെ ഓരോ തിഥികൾക്ക് ഓരോ ദേവതമാരുണ്ട്. അപ്പോൾ ആ തിഥികളുടെ ഒക്കെ ദേവതമാരായി ഇരിക്കുന്ന ദേവിമാരാൽ എല്ലാവരാലും പൂജിതയാണ് നമ്മളുടെ ദേവി. അപ്പോൾ അതെല്ലാം ദേവിയുടെ വിഭൂതികളാണ്. അപ്പോൾ പ്രതിപദം മുതൽ മുഖ്യമായിട്ടും രാക അന്ത രാക വരെ അവസാനം രാക വരെയുള്ള തിഥിമണ്ഡലത്തിൽ, അന്ത എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, അതായത് 15 വരെയുള്ള തിഥികൾ 1 മുതൽ 15 വരെ, പ്രതിപദം മുതൽ പൗർണമി വരെ ഉള്ള തിഥികളുടെ ദേവിമാർ, അവർക്കൊക്കെ ദേവതമാരുണ്ട്. ഓരോ തിഥിക്ക് ഓരോ ദേവതമാർ. അതായത് അതൊന്ന് പറയാം, ഓടിച്ച് പറയാം. അതായത് പ്രതിപദത്തിൻ്റെ ഒന്നാമത്തെ ഇതിൻ്റെ പ്രഥമ, 1 എന്ന് പറയുന്ന പ്രഥമ എന്നാണ് സംസ്കൃതത്തിൽ. അപ്പോൾ പ്രതിപദം എന്നും പറയും. അതിൻ്റെ ദേവിയാണ് കാമേശ്വരി. 1 എന്നുള്ളതിൻ്റെ പ്രഥമയുടെ ദേവി കാമേശ്വരിയാണ്. ദ്വിതീയ രണ്ടാമത്തെ തിഥിയുടെ ദേവി ഭഗമാലിനിയാണ്. തൃതീയ 3-ാമത്തെ തിഥിയുടെ ദേവിയാണ് നിത്യക്ലിന്ന. അപ്പം 4ൻ്റെ പേരുണ്ട, 5ൻ്റെയോ പഞ്ചമിയുടെ, അതായത് ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി കഴിഞ്ഞ് പൗർണമിയാണ് വരുന്നത്. ആ പൗർണമി വരെയുള്ള, അതാണ് രാക എന്ന് പൗർണമിയുടെ പേരാണ്. വെളുത്ത വാവ് കലണ്ടറിൽ നോക്കിയാൽ കാണാം. ഒരു കറുത്ത വട്ടം കാണാം, ഒരു വെളുത്ത വട്ടവും കാണാം. ആ കറുത്ത വട്ടം കറുത്ത വാവും കൃഷ്ണപക്ഷവും, വെളുത്ത വട്ടം പൗർണമി രാകായുമാണ്. അങ്ങനെ ആ 1 മുതൽ 15 വരെയുള്ള തിഥികളുടെ ദേവതമാരായിരിക്കുന്ന ദേവിമാരാൽ പൂജിക്കപ്പെടുന്നവളാണ് ഈ ദേവി. അതുകൊണ്ട് ദേവിക്ക് പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. അപ്പം ഇനി ഒന്ന് ആ ദേവിമാരുടെ പേര് പറയാം. പ്രഥമയുടെ ദേവിയാണ് കാമേശ്വരി, ദ്വിതീയയുടെ ദേവിയാണ് ഭഗമാലിനി, തൃതീയയുടെ ദേവിയാണ് നിത്യക്ലിന്ന, ചതുർത്ഥിയുടെ ദേവിയാണ് പേരുണ്ട, പഞ്ചമിയുടേത് വന്യവാസിനി, ഷഷ്ടി എന്ന തിഥിയുടെ ദേവിയാണ് മഹാവജ്രേശ്വരി, സപ്തമി എന്ന തിഥിയുടെ ദേവതയാണ് ശിവദൂതി. ശിവദൂതി ഓർക്കുന്നുണ്ടായിരിക്കില്ലേ? ദേവി മഹാത്മ്യത്തിൽ നിങ്ങൾ പഠിച്ചപ്പം ശിവനെ ദൂതനായിട്ട് അയക്കുന്നുണ്ട് ദേവി. ആരുടെ അടുത്തേക്ക്? ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ദേവി ശിവനെ ദൂതനാക്കിയതുകൊണ്ട് ശിവദൂതി എന്ന ദേവിക്ക് പേര് വന്നു. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പം അഷ്ടമി ത്വരിത എന്ന ദേവിയാണ് അഷ്ടമിയുടെ ദേവത. നവമിയുടേത് കുലസുന്ദരി എന്നോ പറയാം. ദശമിയുടെ ദേവിയാണ് നിത്യ. അപ്പം ദശമി, നമ്മുടെ വിജയദശമി വരുവാണിപ്പം. അപ്പം ദശമിയുടെ ദേവിയാണ് നിത്യ. ഇനി ഏകാദശിയുടെ ദേവതയാണ് നീലപതാക, ദേവിയുടെ പേരാ നീലപതാക. ദ്വാദശിയുടെയോ വിജയ എന്ന ദേവി ദ്വാദശി ദിവസത്തിൻ്റെ ദേവതയാണ്. ത്രയോദശിയുടെയോ സർവമംഗളയായ ദേവിയാണ് ത്രയോദശിയുടെ ദേവത. ചതുർദശിയുടേത് ജ്വാലാമാലിനിയാണ്. ജ്വാലാമുഖിയല്ല, ഇവിടെ മുഖമല്ല, ജ്വാലാമാലിനി. പിന്നെ ചതുർദശി കഴിഞ്ഞാൽ പൗർണമി. ആ പൗർണമിയുടെ വേറൊരു പേരാണ് രാക. ആ രാക എന്ന തിഥിയുടെ ദേവിയാണ് ചിത്രാദേവി. അപ്പോൾ ഈ 15 ദേവതമാരാൽ പൂജിതയായവൾ എന്ന അർത്ഥത്തിൽ പ്രതിപന്മുഖ്യ രാകാന്ത തിഥിമണ്ഡല പൂജിത.
പ്രതിപദം തുടങ്ങി രാകാന്തം വരെയുള്ള തിഥിമണ്ഡലങ്ങളിൽ പൂജിതയായി ഇരിക്കുന്നവൾ. പ്രതിപൻ മുഖ്യ രാകാന്ത തിഥിമണ്ഡല പൂജിത. ഇനി പ്രതിപദം തുടങ്ങി രാകാ വരെ എന്ന് പറഞ്ഞാൽ ചന്ദ്രപക്ഷം, ശുക്ലപക്ഷം, തളർപക്ഷം, കൃഷ്ണപക്ഷം എന്നൊക്കെ കുറേ പക്ഷങ്ങളൊക്കെ പറയും. അവസാനം വരുന്നതാണ് പൗർണമി, രാക. ഇനി അതിനെ പുറകോട്ടെടുത്താലോ, രാക മുതൽ പ്രതിപദം വരെ. അപ്പം പൗർണമിയുടേത് ചിത്ര, ചതുർദശിയുടെ ജ്വാലാമാലിനി, ത്രയോദശിയുടെ സർവമംഗള, ദ്വാദശിയുടെ വിജയ, ഏകാദശിയുടെ നീലപതാക, ദശമിയുടെ നിത്യ, നവമിയുടെ കുലസുന്ദരി, അഷ്ടമിയുടെ ത്വരിത, സപ്തമിയുടെ ശിവദൂതി, ഷഷ്ടിയുടെ മഹാവജ്രേശ്വരി, പഞ്ചമിയുടെ വന്യവാസിനി, ചതുർത്ഥിയുടെ പേരുണ്ട, തൃതീയയുടെ നിത്യക്ലിന്ന, ദ്വിതീയയുടെ ഭഗമാലിനി, പ്രതിപദം അല്ലെങ്കിൽ പ്രഥമയുടെ ദേവി കാമേശ്വരി. കാമേശ്വരി മുതൽ ചിത്ര വരെയുള്ള ദേവിമാർ, ചിത്ര മുതൽ കാമേശ്വരി വരെയുള്ള ദേവതമാർ, അതായത് 1 മുതൽ 15 വരെയും 15 മുതൽ 1 വരെയുള്ള എല്ലാ തിഥികളുടെയും ദേവതമാരാൽ പൂജിക്കപ്പെടുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് പ്രതിപൻ മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത എന്ന് പേര്. അതായത് രാക മുതൽ പൗർണമി മുതൽ അമാവാസി വരെ എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകം ദേവേശി, ദേവന്മാരെ എല്ലാം വീക്ഷിക്കുന്നവൾ, ദേവന്മാരെ എല്ലാം ഭരിക്കുന്നവൾ, ദണ്ഡനീതിസ്ഥ, ദണ്ഡനീതിയിൽ സ്ഥിതി ചെയ്യുന്ന, സ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുക, ദഹരാകാശരൂപിണി, ഹൃദയാകാശം, ഹൃദയത്തിലുള്ള അല്ലെങ്കിൽ ഹൃദയമാകുന്ന ഗുഹയിൽ, ഹൃദയമാകുന്ന ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ആകാശത്തിൻ്റെ രൂപത്തിലുള്ളവൾ, ദഹര ആകാശരൂപിണി, ഹൃദയ ആകാശത്തിൻ്റെ രൂപത്തോടു കൂടിയവൾ, ആത്മസ്വരൂപമായിട്ട് നമ്മുടെ ശരീരമാകുന്ന ബ്രഹ്മപുരത്തിൽ ആത്മസ്വരൂപമായിട്ട് ഹൃദയം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവളാണ് ആകാശം. ഹൃദയാകാശം എന്ന് പറയുന്നതിനെ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം. ദഹരാകാശരൂപിണി. അടുത്ത നാമം പ്രതിപൻ മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. പ്രതിപദം മുതൽ രാക വരെയുള്ള തിഥികളുടെ ദേവതമാരാൽ പൂജിക്കപ്പെടുന്നവൾ. അപ്പം ഈ ശ്ലോകം ധരാന്തോളിത ദീർഘാക്ഷി ധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തിർ ഗുണനിധി ഗോമാതാ ഗുഹജന്മഭോഗു 121. 122 ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപൻ മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. ഒറ്റ നാമാണ്, മുറിക്കാൻ പാടില്ല. അടുത്ത ശ്ലോകം കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത ഒറ്റ നാമം. അപ്പം ഇവിടെ ഇതിൽ 4 നാമങ്ങളായിരുന്നു, കഴിഞ്ഞ ശ്ലോകത്തിൽ 4 നാമങ്ങളായിരുന്നു. കലാത്മിക, കലാനാഥ, കാവ്യാലാപ വിനോദിനി, സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. ഇതിലെ കല ആത്മിക, എല്ലാ കലകൾക്കും ആത്മാവായിരിക്കുന്നവൾ, എല്ലാ കലകളും. ഈ കല എന്ന് പറഞ്ഞ കലാരൂപിണി എന്ന് ദേവിക്ക് പേര്. കല എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് ആർട്സ് കല, അല്ലേ, വരയ്ക്കുക, പിന്നെ നൃത്തം ചെയ്യുക, സംഗീതം ചെയ്യുക, ആ കല. വേറൊരർത്ഥം അംശം. അംശം എന്ന് പറഞ്ഞാലോ ദേവിയുടെ ഒരു അംശമായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഇപ്പം അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ തുടങ്ങിയവരെല്ലാം അവരെല്ലാം ദേവി തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ 64 കലകൾ, സാഹിത്യം, സംഗീതം തുടങ്ങി 64 കലകളുണ്ട്. അതിൻ്റെ എല്ലാം ദേവി തന്നെയാണ്. കൂടാതെ ദേവിയുടെ അംശമായ അഗ്നിക്ക് 10, സൂര്യൻ 12, ചന്ദ്രൻ 16, ബ്രഹ്മാവ് 10, വിഷ്ണു 10, പിന്നെ രുദ്രൻ, ഈശ്വരന് 4, അപ്പോൾ സദാശിവന് 16. ഇങ്ങനെ കലകളുണ്ട്. അപ്പോൾ ഈ കലകളുടെ ഒക്കെ രൂപമായിരിക്കുന്നവൾ എന്നർത്ഥം.
കൂടാതെ ജാഗ്രതത്തിൽ 4, സ്വപ്നത്തിന് 4, സുഷുപ്തിയിൽ 4, തുര്യാവസ്ഥയിൽ 4, 4 കലകൾ. ഇതെല്ലാം ദേവിയുടെ വിഭൂതികളാണ്. അതെല്ലാമായി ഇരിക്കുന്നതും ദേവി തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവി തന്നെയാണെന്ന് അർത്ഥം. അടുത്ത നാമം കലാനാഥ, എല്ലാ കലകൾക്കും നാഥയായിരിക്കുന്നവൾ. എല്ലാ കലകളെയും നിയന്ത്രിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് കലാനാഥ എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം കാവ്യ ആലാപ വിനോദിനി, കാവ്യം ആലപിക്കുന്നതിൽ വിനോദം കണ്ടെത്തുന്നവൾ എന്ന് പറഞ്ഞാലോ എല്ലാ കാവ്യങ്ങളും ദേവി മാഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ദേവി ഭാഗവതം തുടങ്ങിയ എല്ലാ കാവ്യങ്ങളും കേൾക്കുന്നതും ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ വിനോദം കണ്ടെത്തുന്നവളാണ് ദേവി. കാവ്യ ആലാപ വിനോദിനി, വിനോദിക്കുന്നവൾ, കാവ്യം ആലപിക്കുന്നതിൽ വിനോദിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം സ ചാമര രമാവാണി സവ്യദക്ഷിണ സേവിത, ഒറ്റ നാമാണ്. അതായത് സ ചാമരം, ചാമരത്തോടു കൂടി, സ എന്ന് പറഞ്ഞാൽ കൂടി എന്നവിടെ അർത്ഥം. രമ, രമ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. വാണി, വാണി എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവി. സവ്യം എന്ന് പറഞ്ഞാൽ ഇടതുവശം. ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലതുവശം. സേവിത, സേവിക്കുന്നു. അപ്പം രമയും വാണിയും ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് ചാമരങ്ങൾ വീശി ദേവിയെ സേവിക്കുന്നു അല്ലേ. അപ്പം ചാമരങ്ങളോട് കൂടിയ രമയും വാണിയും വലതും ഇടതും നിന്ന് സേവിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് സ ചാമര രമാവാണി സവ്യ ദക്ഷിണ സേവിത, ഒറ്റ നാമം. അപ്പം ഈ ശ്ലോകത്തിൽ കലാത്മിക, കലാരൂപിണി, കലകളെല്ലാം അംശമെന്നും കലകൾ, നമ്മളുടെ സാഹിത്യം തുടങ്ങിയവ കലകളെന്നും ഒക്കെ അർത്ഥം. കലാനാഥ, എല്ലാ കലകൾക്കും നാഥയായിരിക്കുന്നവൾ. കാവ്യാലാപ വിനോദിനി, കാവ്യം ആലപിക്കുന്നതിൽ വിനോദിക്കുന്നവൾ, സന്തോഷിക്കുന്നവൾ. സചാമര രമാവാണി, രമയും വാണിയും ഇടതുഭാഗത്തും വലതുഭാഗത്തും, ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലതുഭാഗം, സവ്യം എന്ന് പറഞ്ഞാൽ ഇടതുഭാഗം. അപ്പോൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിന്ന് ചാമരങ്ങളാൽ വീശിക്കൊണ്ടിരുന്ന് സേവിക്കുന്നു ദേവിയെ. അപ്പം ചാമരങ്ങളോട് കൂടിയ രമയും വാണിയും വലതും ഇടതും നിന്ന് സേവിക്കപ്പെടുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത എന്ന് പേര്, ത്രിപുര സുന്ദരി എന്ന്. ഈ ശ്ലോകം കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. അടുത്ത ശ്ലോകം ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡജനനി ദിവ്യവിഗ്രഹ. ഇതിൽ 7 നാമങ്ങളുണ്ട്. ആദിശക്തി ഒരു നാമം, അമേയ രണ്ടാമത്തെ നാമം, ആത്മാ മൂന്നാമത്തെ നാമം, പരമ നാലാമത്തെ നാമം, പാവനാകൃതി അഞ്ചാമത്തെ നാമം, അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ആറാമത്തെ നാമം, ദിവ്യവിഗ്രഹ ഏഴാമത്തെ നാമം. അപ്പോൾ 7 നാമങ്ങളുണ്ട്. ആദിശക്തി എന്ന് പറഞ്ഞാൽ ആദ്യമേ ഉണ്ടായിരുന്ന ദേവി. അതായത് ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ജഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ ആദ്യത്തെ ശക്തിയാണ് ദേവി. ആ ബ്രഹ്മശക്തിയിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായത്, ദേവിയിൽ നിന്ന്. അപ്പം ദേവി ആ ബ്രഹ്മം ഇച്ഛിച്ചു, ഇച്ഛാശക്തി ഉണ്ടായി. ആ ഇച്ഛാശക്തിയിൽ നിന്ന് സൃഷ്ടിക്കാനുള്ള ശക്തി, ക്രിയാശക്തി ഉണ്ടായി. ആ ക്രിയയ്ക്ക് വേണ്ട ജ്ഞാനം അല്ലെങ്കിൽ അറിവ് കിട്ടിയപ്പം ജ്ഞാനശക്തിയായി. അങ്ങനെ 3 ശക്തികൾ എന്തൊക്കെയാണ്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. അപ്പം ആ ക്രിയയെ ചെയ്യണമെങ്കിൽ ജ്ഞാനം വേണമല്ലോ. അപ്പോൾ ജ്ഞാനശക്തി, ഇതെല്ലാം ദേവി തന്നെയാണ്. അപ്പോൾ എല്ലാം പലതായി തീരട്ടെ എന്ന് നമ്മൾ വിഷ്ണു ഭാഗവതത്തിൽ പറയും. ഭഗവാൻ ചിന്തിച്ചു, പ്രളയം കഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ല, ഭഗവാൻ മാത്രം അനന്തശയനായി യോഗനിദ്രയെ പ്രാപിച്ചു. ഭഗവാനും ഉറങ്ങാൻ പോയപ്പം കാലശക്തിയോട് പറഞ്ഞു സമയമാകുമ്പോൾ എന്നെ ഉണർത്തണമെന്ന്. നമ്മൾ നാരായണീയത്തിൽ പഠിച്ചത്. അപ്പം അത് തന്നെയാണ് ഇവിടെയും ദേവി ഇതിൽ. അപ്പോൾ ദേവിയുടെ കാര്യത്തിലും അത് തന്നെ. അപ്പോൾ ആദിശക്തിയാണ് ദേവി അല്ലേ, ഒരു പവർ ഹൗസാണ് ദേവി.
ദേവിയിൽ നിന്നാണ് ബാക്കിയെല്ലാം വന്നത്. നമ്മളെല്ലാം ഉപകരണങ്ങൾ മാത്രം. അടുത്ത നാമമാണ് അമേയ. മേയ എന്ന് പറഞ്ഞാൽ മാതി എന്ന ക്രിയയിൽ നിന്നുണ്ടായതാണ് മേയം. മേയം എന്ന് പറഞ്ഞാൽ അളക്കപ്പെടുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് അമേയം. അപ്പോൾ അമേയ, യായിക്കൊരു ദീർഘമുണ്ട്. അമേയ ആകാര സ്ത്രീലിംഗം. അളക്കപ്പെടാൻ കഴിയാത്തവൾ. ദേവി അളക്കാൻ പറ്റുമോ? ഏതെങ്കിലും അളവുകോലുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് അളക്കാൻ പറ്റുന്നുണ്ടോ? ദേവിയുടെ രൂപം ഇന്നതാണ്, ദേവി ഇങ്ങനെയാണ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അളക്കാൻ പറ്റാത്ത അവളാണ് ദേവി. അപ്പം ദേവിയെ അളക്കാൻ പറ്റില്ല, അളക്കാനുള്ള ഉപകരണങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ദേവി അമേയ. അടുത്ത നാമം ആത്മ. ആത്മ എന്ന് പറഞ്ഞാൽ ജീവചൈതന്യം. എല്ലാ ചരാചരങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ശരീരങ്ങളിലും ജീവചൈതന്യമായി സ്ഥിതി ചെയ്യുന്നവൾ. ആ ശക്തി അതാണ് എല്ലാ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദേവിക്ക് യാതൊന്നാണോ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ആത്മാ എന്ന് ദേവിക്ക് പേര്. ഈ ദേവിയുടെ ആ ചൈതന്യം ആണ് എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായിരിക്കുന്നത്. അടുത്ത നാമം പരമാ. പരമാ ആകാരം. പരമഹ എന്ന് പറഞ്ഞാൽ ഒരു പുല്ലിംഗാണ്. പരമഹ ശ്രേഷ്ഠൻ എന്നർത്ഥം. അത് ഭഗവാന് നമ്മൾ പരമ എന്ന് പറയാം, പുല്ലിംഗം. അപ്പം പരമാ എന്ന് പറഞ്ഞാൽ പരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. പരൻ്റെ ശക്തി പരാശക്തി. അപ്പോൾ പരമ എന്ന് ദേവിക്ക് പേര്. കൂടാതെ എല്ലാത്തിനെയും അതിക്രമിച്ചവൾ എന്ന അർത്ഥത്തിലും ദേവിക്ക് പരമ എന്ന് പേര്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ശ്രേഷ്ഠമായവൻ പരൻ മഹാദേവൻ, ഏറ്റവും ശ്രേഷ്ഠമായവൾ ദേവി പരമാ എന്ന്. അടുത്ത നാമം പാവനാകൃതി. പാവനമായ ആകൃതിയോട് കൂടിയവൾ. പാവനം പരിശുദ്ധം അല്ലേ? പരിശുദ്ധമായ ആകൃതിയോട് കൂടിയവളാണ് ദേവി. ദേവിക്ക് ആകൃതിയുണ്ടോ? ദേവിയെ ഏത് രൂപത്തിൽ നമ്മൾ കാണുന്നോ ആ രൂപത്തിൽ ദേവി പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആകൃതിയൊന്നുമില്ലെങ്കിലും എല്ലാം പരിശുദ്ധമായ ആകൃതിയാണ് ദേവിയുടെ. അപ്പോൾ പരിശുദ്ധമായ ആകൃതിയോട് കൂടിയവൾ എന്ന പാവനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം. പാവനമായ ആകൃതിയോട് കൂടിയവൾ. അനേക കോടി ബ്രഹ്മാണ്ട ജനനി. അനേകം കോടി ബ്രഹ്മാണ്ടത്തിനെല്ലാം ജനനി അമ്മയായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട്. അതിലെല്ലാം എല്ലാ ബ്രഹ്മാണ്ടത്തിലും വിഷ്ണുവും ശിവനും അല്ലേ, സൃഷ്ടിസ്ഥിതി പ്രളയം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാൻ ത്രിമൂർത്തികളുണ്ട്. ആ ത്രിമൂർത്തികൾക്കെല്ലാം ഫാമിലിയുണ്ട്, അവരുടെ എല്ലാം കുടുംബാംഗങ്ങളുണ്ട്. എല്ലാം വരുമ്പം അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ. അങ്ങനെ എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും വിഷ്ണുവും ഇന്ദ്രനും വിഷ്ണുവും ബ്രഹ്മാവും രുദ്രനും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം ദേവന്മാരും ഉണ്ട്. അവരുടെ എല്ലാം എന്താണ്, എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും ജനനം, അവ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ജനിപ്പിക്കുന്നവൾ. അനേക കോടി എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും അമ്മയായിരിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം ദിവ്യവിഗ്രഹ. അതായത് എല്ലാവരെയും ജനിപ്പിച്ചത് ദേവിയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ജനനി, ജനിപ്പിച്ചവൾ എന്നർത്ഥം. അടുത്ത ദിവ്യവിഗ്രഹ. ദിവ്യമായ വിഗ്രഹത്തോടു കൂടിയവൾ. ദിവ്യമായ വിഗ്രഹം എന്ന് പറയുമ്പോൾ ശരീരം. ദിവ്യമായ ശരീരത്തോടു കൂടിയവൾ, അതായത് ദേവലോകത്ത് ഭവിച്ചവൾ എന്നും എടുക്കാം. അലൗകികമായ വിഗ്രഹമാണ്. യുദ്ധം ചെയ്തപ്പം ദേവി ആകാശത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടും ദേവിയെ ദിവ്യ വിഗ്രഹ എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ശ്ലോകത്തിൽ ആദിശക്തി, ഈ ജഗത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തിക്ക് കാരണമായ ആദ്യത്തെ ശക്തി, അമേയ അളക്കപ്പെടാൻ കഴിയാത്തവൾ, ആത്മാ ജീവചൈതന്യം ആയി ജീവജാലങ്ങളിലൊക്കെ സ്ഥിതി ചെയ്യുന്നവൾ, പരമ ഏറ്റവും ശ്രേഷ്ഠമായവൾ എന്നും പരൻ്റെ പത്നി എന്ന അർത്ഥത്തിലും പരമാ. പാവനാകൃതി പരിശുദ്ധമായ
ആകൃതിയോട് കൂടിയവൾ, അനേക കോടി ബ്രഹ്മാണ്ട ജനനി, കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിക്കുന്നവൾ, എല്ലാവരെയും ജനിപ്പിച്ചവൾ എന്നർത്ഥം. ദിവ്യവിഗ്രഹ, ദിവ്യമായ വിഗ്രഹത്തോടു കൂടിയവൾ. അപ്പം ഈ ശ്ലോകം ആദിശക്തിരമേയാത്മാ പരമാ പാവന കൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യവിഗ്രഹ. ഇത് ഇവിടെ മതി, കാരണം ഇനി ഇതിൽ പോവില്ല. നമുക്ക് യൂട്യൂബിൽ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം, അല്ലെങ്കിൽ പിന്നെ പാർട്ട് 2 ചെയ്യണം. വേഗം പറഞ്ഞു പോകാം. ക്ലീങ്കാരി കേവലാഗുഹ്യ കൈവല്യപദദായിനി ത്രിപുരാത്രി ജഗദ്വന്ദ്യ ത്രിമൂർത്തിസൃതശേശ്വരി. ക്ലീങ്കാരി, ക്ലീം, ഈ ശ്ലോകത്തിൽ 8 നാമങ്ങളുണ്ട്. ക്ലീങ്കാരി, ക്ലീം എന്ന കാമബീജ മന്ത്രത്തെ ചെയ്യുന്നവൾ എന്നർത്ഥം. കാമബീജ മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വിവരിക്കാനൊന്നും ആർക്കും പറ്റില്ല. അതിനൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പോകണം. അത്രയും പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആ മന്ത്രസ്വരൂപിണിയാണ് ദേവി. അതുപോലെ തന്നെ ക്ലീം കാമബീജ മന്ത്രത്തെ ചെയ്യുന്നവളെന്നും കാമബീജ സ്വരൂപിണിയെന്നും കാമേശ്വരൻ്റെ പത്നി എന്നും ഒക്കെ അർത്ഥം. അപ്പോൾ ഈ മന്ത്രത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അധികം പറയാൻ പാടില്ല, ഒന്നും അറിയില്ല. ഒന്നാമത് അതിന് നമ്മൾ വലിയ ഗുരുക്കന്മാരെ കാണണം. അടുത്ത നാമം കേവല, രണ്ടില്ലാത്തവൾ, ഏകമായവൾ, ദേവിയിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലാത്തവൾ, കേവല. അടുത്ത നാമം ഗുഹ്യ, രഹസ്യരൂപത്തോടു കൂടിയവൾ, ഹൃദയ ഗുഹയിൽ ആത്മസ്വരൂപമായിരിക്കുന്നവൾ, ഗുഹയിൽ പ്രവേശിച്ചവൾ, രഹസ്യമായി ഹൃദയ ഗുഹയിൽ ബഹിർമുഖരായിരിക്കുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ ലഭിക്കാത്ത ഗൂഢയായിരിക്കുന്നവൾ, ഗൂഢമായിട്ടിരിക്കുന്നു. ബഹിർമുഖർക്ക് ദുർലഭയാണ്, അന്തർമുഖർക്ക് സമാരാധ്യയാണ് ദേവി. അപ്പോൾ ഗുഹ്യ എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വരൂപത്തോടു കൂടിയവൾ. കൈവല്യ പദദായിനി, കേവലവും അത് അദ്വിതീയവും ഏകവുമായ മോക്ഷപദത്തെ ദാനം ചെയ്യുന്നവൾ. കൈവല്യപദം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. ആ മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ കൈവല്യപദദായിനി. ഇനി ബ്രഹ്മപദത്തെ ദാനം ചെയ്യുന്നവൾ എന്നും പറയാം. ഈശ്വരൻ്റെ ലോകത്തിൽ പ്രവേശിച്ചാൽ അത് സാലോക്യം, ഈശ്വരൻ്റെ സമീപമെത്തിയാൽ സാമീപ്യം, ഈശ്വരനെ എൻ്റെ രൂപം തന്നെ കിട്ടിയാൽ അത് സാരൂപ്യം, ഈശ്വരനുമായിട്ടുള്ള ഐക്യം പ്രാപിച്ച സായുജ്യം. ഇങ്ങനെ ഇതുണ്ട്. അപ്പം മുക്തിക്ക് പല തലങ്ങളുണ്ട്. സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സഗുണഭക്തിയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. സാലോക്യവും സാരൂപ്യവും പിന്നെ സായുജ്യവുമൊക്കെ. അപ്പോൾ കൈവല്യപദദായിനി, കേവലമായ മോക്ഷപദത്തെ ദാനം ചെയ്യുന്നവളെന്നർത്ഥം. ത്രിപുര, എന്ന് പറഞ്ഞാൽ മൂന്ന് മൂർത്തികളേക്കാൾ മുമ്പേ ഉള്ളവൾ, ത്രിമൂർത്തികളേക്കാൾ മുമ്പേ ഉള്ളവൾ, 3 പുരങ്ങളിൽ വസിക്കുന്നവൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികളേക്കാൾ മുമ്പേ ജനിച്ചവൾ എന്നർത്ഥം. അപ്പോൾ ത്രിപുര അർണവം എന്ന ഇതായിട്ടുള്ള ദേവപ്രധാനമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പുരാതനമായി എന്തുവാ പറയുക, ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലും വസിക്കുന്ന ആത്മസ്വരൂപിണിയാണ്. ഇനി ഗായത്രി മന്ത്രത്തിൽ ഭൂഹു ഭുവഹ സ്വഹ എന്ന് പറയും. അതായത് ഭൂഹു ഭൂമിയാണ്, ഭുവഹ അന്തരീക്ഷമാണ്, സ്വഹ സ്വർഗം. അപ്പം അന്തരീക്ഷം, ഭൂമി, സ്വർഗം, ഇത് 3 ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൾ എന്ന്. ഈ 3 എന്തൊക്കെയുണ്ടോ അതെല്ലാം ദേവി തന്നെയാണെന്ന് പറയുന്നു. നാഡീത്രയം, 3 നാഡികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇട, പിംഗള, സുഷുമ്ന. ഇതെല്ലാം ദേവി തന്നെയാണ്. മനസ്സ്, ബുദ്ധി, ചിത്താണ് അതിൻ്റെ തത്വങ്ങൾ അതൊക്കെ. പിന്നെ ത്രിഗുണങ്ങൾ, സത്വം, രജസ്, തമോ ഗുണങ്ങൾ, ഇതിലെല്ലാം വസിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി ത്രിപുര എന്ന്. അടുത്തത് ത്രിജഗദ്വന്ദ്യ, 3 ലോകങ്ങളിലും വന്ധ്യയായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാലോ എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവൾ. മനുഷ്യരാലും ദേവന്മാരാലും അസുരന്മാരാലും എല്ലാവരാലും
ആരാധിക്കപ്പെടുന്നവൾ. ത്രിമൂർത്തി, 3 മൂർത്തികളോടുകൂടിയവൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി തന്നെയാണ്. ഇനി അവരുടെ രൂപമായി ദേവി മഹാത്മ്യത്തിൽ ദേവി ബ്രഹ്മാവിൻ്റെ രൂപം ശക്തിയായിട്ട് വന്നു ഇല്ലേ, ബ്രാഹ്മി. വിഷ്ണുവിൻ്റെ ശക്തിയായി വന്നു വൈഷ്ണവി, മഹേശ്വരൻ്റെ ശക്തിയായി മാഹേശ്വരി. പിന്നെ മഹാലക്ഷ്മിയായിട്ട് വന്ന് നമ്മൾ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി 3 രൂപത്തിൽ വന്ന് ദുഷ്ടന്മാരായ അസുരന്മാരെയെല്ലാം കൊന്നുല്ലേ. മഹിഷാസുരവധത്തിൽ മഹാലക്ഷ്മിയായിരുന്നു, മധുകൈടഭവധത്തിൽ മഹാകാളിയായിട്ട് വന്നു, മഹാസരസ്വതിയായി ശുംഭനിശുംഭന്മാരെയും വധിച്ചു ദേവി. അതുകൊണ്ട് ത്രിമൂർത്തി എന്ന് ദേവിക്ക് പേര്. അടുത്ത നാമം ത്രിദശേശ്വരി. ത്രിദശ, 3 ദശകളിൽ 1 ദശ മാത്രമേ ദേവന്മാർക്കുള്ളൂ. അതുകൊണ്ട് ദേവന്മാരുടെ പര്യായമാണ് ത്രിദശന്മാർ. അതായത് നമ്മൾക്ക് എല്ലാവർക്കും മനുഷ്യർക്ക് ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞ് 4 ദശയുണ്ട്. കൗമാരം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഈ 4 ദശയിൽ ദേവന്മാർക്ക് ഒരേ ഒരു ദശയേ ഉള്ളൂ. എന്തുകൊണ്ട്? അവർ പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അമൃത് കുടിച്ചു. അപ്പോൾ അവർക്ക് ആ യൗവന ദശ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെ ത്രിദശന്മാരെന്ന് പറയുന്നു. അപ്പം അവർക്കും ഈശ്വരിയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് 33 കോടി ദേവന്മാരുണ്ട്. ആ ദേവന്മാർക്കെല്ലാം ഈശ്വരിയായവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ത്രിദശേശ്വരി എന്ന് പേര്. ഈ ശ്ലോകത്തിൽ ക്ലീങ്കാരി, ക്ലീം എന്ന കാമബീജ മന്ത്രത്തെ ചെയ്യുന്നവൾ, കേവല, 2 ഇല്ലാത്തവൾ, ഗുഹ്യ, രഹസ്യരൂപത്തോടു കൂടിയവൾ, കൈവല്യപദദായിനി, കേവലമായ മോക്ഷപദത്തെ ദാനം ചെയ്യുന്നവൾ, ത്രിപുര, ത്രിമൂർത്തികളെക്കാൾ മുമ്പേ ഉള്ളവൾ, ത്രിജഗദ്വന്ധ്യ, 3 ലോകങ്ങളിലും വന്ധ്യയായിരിക്കുന്നവൾ, എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം. ത്രിമൂർത്തികൾ, ത്രിമൂർത്തികളോടുകൂടിയവൾ, ബ്രഹ്മവിഷ്ണു മഹേശ്വര രൂപങ്ങൾ ദേവി തന്നെയാണ്. ത്രിദശേശ്വരി, ത്രിദശന്മാർ ദേവന്മാരാണ്. 3ാമത്തെ ദശയായി യൗവനം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവരെ ത്രിദശന്മാരെന്ന് പറയുന്നു. അപ്പം ഈ ശ്ലോകം ക്ലീങ്കാരി, കേവല, ഗുഹ്യ, കൈവല്യ പദദായിനി, ത്രിപുര, ത്രിജഗദ്വന്ധ്യ, ത്രിമൂർത്തിസ്ത്രിദശേശ്വരി. ഒരു പ്രാവശ്യം മുഴുവനും വായിക്കാം. ധരാന്തോളിത ദീർഘാക്ഷി, ധരഹാസോജ്വലന്മുഖി, ഗുരുമൂർത്തിർഗുണനിധി, ഗോമാതാ ഗുഹജന്മഭോः, ദേവേശി ദണ്ഡനീതിസ്ഥ, ദഹരാകാശരൂപിണി, പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡലപൂജിത, കലാത്മിക, കലാനാഥ, കാവ്യാലാപവിനോദിനി, സചാമരരമാവാണി, സവ്യദക്ഷിണസേവിത, ആദിശക്തിരമേയാത്മാ, പരമാ പാവനാകൃതി, അനേകകോടി ബ്രഹ്മാണ്ഡജനനി, ദിവ്യവിഗ്രഹ, ക്ലീങ്കാരി, കേവല, ഗുഹ്യ, കൈവല്യപദദായിനി, ത്രിപുര, ത്രിജഗദ്വന്ധ്യ, ത്രിമൂർത്തിസ്ത്രിദശേശ്വരി. ത്രിമൂർത്തി ത്രിദശേശ്വരി. ഒന്നിച്ച് പറയുമ്പോൾ ത്രിമൂർത്തിസ്ത്രിദശേശ്വരി. സായുടെ സൗണ്ട് വരും. അപ്പം സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മീ നാരായണ. അപരാധ സഹസ്രാണി ക്രിയ